ഗസലുകളിൽ അങ്ങനെ ഒരു വിഷയ തുടർച്ചയുടെ ആവശ്യമില്ല. ജിന്ദഗി സേ ബഡി സസാ ഹി നഹി. പക്ഷെ അത് അനുഭവിക്കാൻ, ആ ശിക്ഷ അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഒരറിവും എനിക്കില്ല. സത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നിശ്ചിതമായ പോയിന്റിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. झूठ का कोई इंतहा ही नहीं. വരിയാഴത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്ര നാളും പറഞ്ഞു വന്ന ഈരടികൾ ഒരേ ഗസലിലെ വിഷയത്തുടർച്ചയുള്ള ഈരടികളായിരുന്നു എന്ന് കാണാം. വിഷയത്തുടർച്ച എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെ തുടർന്ന് വരുന്ന, അതിനെ യോജിപ്പിക്കുന്ന ഒന്ന് എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ആ വിശാലമായ അർത്ഥത്തെ സാധൂകരിക്കുന്ന രീതിയിൽ അതിനൊരു തുടർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഗസലുകളിൽ അങ്ങനെ ഒരു വിഷയ തുടർച്ചയുടെ ആവശ്യമില്ല. അവയെ ബന്ധിപ്പിക്കുന്നത് അതിൻ്റെ റദീഫ് എന്ന് പറയുന്ന പ്രത്യേകതയാണ്. അതായത് ഒരു ഗസൽ അവസാനിക്കുന്നത് ഒരേ വാക്കിലായിരിക്കും. ആ വാക്കുകൾ ആണ് അതിൻ്റെ കണ്ണി. ആ വാക്കിന് തൊട്ടു മുമ്പ് ഒരു പ്രാസം ഉണ്ടായിരിക്കും. ഒരേ വാക്കിൽ അവസാനിക്കുന്ന ഈരടികൾ ആ വാക്കിന് തൊട്ടു മുമ്പിൽ ഒരേ പ്രാസത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരേ പ്രാസവും ഒരേ വാക്കും ഒരുമിച്ച് വരുന്ന ഒരുപാട് ഈരടികളുടെ, ഒരേ മീറ്ററിലുള്ള ഒരുപാട് ഈരടികളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ. വളരെ ലളിതമായി പറഞ്ഞാൽ ഗസൽ. അതിന് വേറെയും ചില സാങ്കേതിക ഘടകങ്ങളൊക്കെയുണ്ട്. റദീഫ്, കാഫി, മക്ത, മത്ല, ഷേർ, ബെഹർ, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. അത് നമുക്ക് സന്ദർഭോചിതം പറയാം, അല്ലെങ്കിൽ അത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വേറൊരു അധ്യായത്തിൽ തന്നെ സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, അത്തരമൊരു വിഷയ തുടർച്ച യഥാർത്ഥത്തിൽ ഗസൽ ആവശ്യമില്ല എന്നുള്ളതാണ്. ജിന്ദഗി സേ ബഡി സസാ ഹി നഹി എന്ന് പറയുന്നൊരു ഗസലുണ്ട്. കൃഷ്ണ ബിഹാരി നൂർ എന്ന് പറയുന്ന ഒരു കവിയാണ് ആ ഗസൽ രചിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ തത്വചിന്തകൾ അദ്ദേഹം അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജിന്ദഗി സേ ബഡി സസാ ഹി നഹി और क्या जुर्म है पता ही नहीं. ജിന്ദഗി സേ ബഡി സസാ ഹി നഹി. ജീവിതത്തെക്കാൾ വലിയ ഒരു ശിക്ഷയുമില്ല. ജീവിതത്തെക്കാൾ വലിയ ഒരു ശിക്ഷ എനിക്ക് ലഭിക്കാനില്ല. और क्या जुर्म है पता ही नहीं. പക്ഷെ അത് അനുഭവിക്കാൻ, ആ ശിക്ഷ അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഒരറിവും എനിക്കില്ല. ഇതാണ് ആ ഗസലിൻ്റെ മത്ല, ആദ്യത്തെ ഈരടി. ജിന്ദഗി സേ ബഡി സസാ ഹി നഹി और क्या जुर्म है पता ही नहीं. സസാ ഹി നഹി പത്താ ഹി നഹി. അത് ഗസലിൻ്റെ ആദ്യത്തെ ഈരടി മത്ല എന്ന് പറയുന്നതിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഒന്നാം വരിയിലും രണ്ടാം വരിയിലും ഒരേ ഈ പറയുന്ന കാഫിയും റദീഫും, ആ പ്രാസവും എൻഡിങ് വേർഡും ആവർത്തിക്കുക എന്നുള്ളത്. തുടർന്ന് വരുന്ന ഈരടികളിലൊന്നും ഇത് ആവശ്യമില്ല. അവയിലൊക്കെ രണ്ടാം വരിയിൽ മാത്രം പ്രാസം ആവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ഈ ഈരടിയുടെ വിവക്ഷ എന്ന് പറയുന്നത്, ഇത്രയും വലിയ ഒരു ശിക്ഷ ഇനി ഒരു മനുഷ്യനും കിട്ടാനില്ല. എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ശിക്ഷ അനുഭവിക്കാൻ മാത്രം എന്ത് കുറ്റമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയുകയുമില്ല എന്നാണ് കൃഷ്ണബിഹാരി നൂർ തൻ്റെ ആദ്യത്തെ ഈരടിയിൽ പറഞ്ഞു വെക്കുന്നത്. ഈ ഗസലിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു ഈരടി വളരെ രസകരമായൊരു സത്യത്തെയാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. സച്ച് ഘട്ടേ യാ ബഡേ തോ സച്ച് ന രഹേ, ഝൂട്ട് കാ കോയി ഇന്തിഹാ ഹി നഹി. സത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നിശ്ചിതമായ പോയിന്റിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ആ പോയിന്റ് വിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് സത്യമല്ലാതായി മാറും. നമ്മൾ സാധാരണ സംവദിക്കുമ്പോൾ, ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ അത് അപ്പം എത്തി 5 മിനിറ്റ് എന്ന് പറയും. ചിലപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയും. ഒരുപക്ഷെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായിരിക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ എവിടെ നിൽക്കുന്നോ ആ പോയിന്റ് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സത്യമായി മാറുന്നത്. പക്ഷേ ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നമ്മളത് പറയുമ്പോൾ അത് സത്യമല്ലാതായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഝൂട്ട് കാ കോയി ഇന്തിഹാ ഹി നഹി. പക്ഷേ നുണക്ക് അങ്ങനെ ഒരു പരിധിയേ ഇല്ല. നുണ, സത്യമല്ലാത്ത എന്തും നുണയാണ് എന്നുള്ളതാണ്. ഈ 2 ഈരടികൾ മാത്രം എടുത്താൽ ഈ 2 ഈരടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല, ആശയപരമായി ഒരു ബന്ധവുമില്ല. ആ ഈരടികളുടെ ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഈരടികൾ എൻഡ് ചെയ്യുന്നത് ഒരേ പ്രാസത്തിലാണ്,
ഒരേ വാക്കിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരേ മീറ്ററിലാണ് എന്നുള്ളതും കൂടെ ചേരുമ്പോൾ അത് ഒരു ഗസലിൻ്റെ ഭാഗമായി മാറുന്നു. ഞാൻ ഈ ഈരടി എടുക്കുമ്പോൾ ഈ തത്വങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം ഗസൽ എന്ന ആ പ്രത്യേകതയാർന്ന ആ രൂപത്തെ നിങ്ങളുടെ മുമ്പിൽ ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്താമെന്ന് കൂടെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗസലിലെ ഈരടി കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ഒട്ടനവധി തത്വചിന്തകൾ ഈ ഗസലിൽ കടന്നു വരുന്നുണ്ട്. നമുക്കവ മറ്റൊരിക്കൽ വീണ്ടും ചർച്ചയ്ക്ക് വെക്കാം. നന്ദി.